സത്യമായിട്ടും അന്ന് പറഞ്ഞു എല്ലാ ബിഗ് ബോസിന്റെ എല്ലാ ഗോസിപ്പുകളും കണ്ടിട്ട് ഞാൻ കിടന്ന് ഉറങ്ങാറുള്ളൂ. പിന്നെ അത് മാത്രമല്ല ഒരു പോയിന്റ് കൂടി പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു ഡോക്ടർ റോബിനെ അറിയോ? അയ്യോ എനിക്കറിയില്ല, നമ്പറൊന്നും എന്റെ കയ്യിലില്ലെന്ന്. ഞാൻ നമ്പർ മേടിക്കാൻ വേണ്ടി പുള്ളിക്കാരനെ വിളിച്ചാൽ വിചാരിച്ചിട്ട് അയ്യോ നമ്പറൊന്നും വേണ്ട, പുള്ളിക്കാരനെ ടി വിയിൽ കണ്ട് പരിചയം മതി. അങ്ങനെ എനിക്ക് പരിചയമുണ്ട്. ഞാൻ പുള്ളിക്കാരന്റെ എപ്പിസോഡുകൾ കാണാറുണ്ട്. അപ്പൊ ഒരു കാര്യം ചെയ്യുക, കുട്ടി ഇന്റർവ്യൂവിന് വന്നിരിക്കണം എന്ന് പറയുന്നു. അങ്ങനെ ഞാൻ അങ്ങനെയല്ല ഉണ്ടായത്. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു പൊടി നീ ബിഗ് ബോസ് കാണാറുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ എന്തെങ്കിലും അറിയോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒന്ന് രണ്ട് ഗോസിപ്സ് ഒക്കെ, ഒന്ന് രണ്ട് ഗോസിപ്സ്, അതും ഡോക്ടറിന്റെ ഒന്ന് രണ്ട് ഗോസിപ്സ് യൂട്യൂബിൽ വന്നത് കണ്ടിട്ടുണ്ട്, എനിക്ക് അത്ര അറിയുള്ളൂ എന്ന് പറഞ്ഞു. അത് മതി, അത് ധാരാളമാണ് പറഞ്ഞിട്ടാണ് എന്നെ അങ്ങനെയാണ് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞ എന്നെ ഇങ്ങോട്ട് വിളിച്ചു. പക്ഷെ ഞാനൊരു അവതാരികയല്ല, ഇതിനു മുമ്പ് ആരും ഇന്റർവ്യൂ ചെയ്തിട്ടില്ല. ഞാനൊരു ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് ഇന്റർവ്യൂ ചെയ്യുന്നതിനെ കുറിച്ച് എനിക്കൊരു ഐഡിയ ഇല്ല. കുട്ടി ഈ പോയിന്റ് പറഞ്ഞോ ഡോക്ടർ റോബിനെ അറിയോ? അയ്യോ എനിക്ക് വലിയ പരിചയമൊന്നുമില്ല, നമ്പറൊന്നും എന്റെ കയ്യിൽ. അത് ഞാൻ പറഞ്ഞു. അതല്ലല്ലോ ഇപ്പൊ ഇവിടുത്തെ മാച്ച്.